Good morning, students. നമുക്ക് വീഡിയോ 58ലേക്ക് കടക്കാം. ദാറ്റ് ഈസ് ദ മൊഡ്യൂൾ 2 ഓഫ് ദിസ് പേപ്പർ. മൊഡ്യൂൾ 3 കഴിഞ്ഞു. മൊഡ്യൂൾ 1 ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. അതിൽ വേവ് ഇക്വേഷൻ ആയിരുന്നു, ഹൈപ്പർബോളിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ, ഹോമോജീനിയസ് നോൺ ഹോമോജീനിയസിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിന് കുറച്ച് പ്രോബ്ലംസ് വേണമെങ്കിൽ നമുക്കിത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ചെയ്യാം. വേവ് ഇക്വേഷന് കുറച്ചും കൂടി പ്രോബ്ലംസ്, D'Alembert വെച്ചിട്ടുള്ള പ്രോബ്ലംസ്. Now we can go to the next chapter, that is the method of separation of variables for a heat equation homogeneous boundary condition. അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ വേവ് ഇക്വേഷൻ പഠിച്ചു അല്ലേ, അതേപോലെ നമുക്കൊരു ഹീറ്റ് കണ്ടക്ഷൻ റോഡ് എടുത്തിട്ട് അതിൻ്റെ ഒരു ഇനീഷ്യൽ ആൻഡ് ബൗണ്ടറി കണ്ടീഷൻ തന്നിട്ട് നമുക്കതിനെ സോൾവ് ചെയ്യാൻ പഠിക്കാം. എന്താണ് ഹീറ്റ് കണ്ടക്ഷൻ പ്രോബ്ലം ഇൻ എ ഫൈനൈറ്റ് ഇൻ്റർവൽ എന്ന് നോക്കാം. ഇറ്റ് ഈസ് ut minus k u xx equal to 0, where x varies from 0 to lt greater than 0, u of 0t equal to u of lt is 0t greater than or equal to 0, u of x0 is equal to f of x when x varies from 0 to l, where f is a given initial condition and k is a positive constant. So here it is given u ആണ് നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അല്ലേ, u of xt. What does this u represents? It represents the temperature at the time t and at the point x. റോഡിൻ്റെ ടെമ്പറേച്ചർ പോയിൻറ്റ് എക്സിൽ പെർട്ടിക്കുലർ ടൈം ടിയിലുള്ള ടെമ്പറേച്ചറിനെയാണ് യു ഓഫ് എക്സ് ടി ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ പ്രോബ്ലം ut minus k u xx equal to 0 ആണ്. ഇവിടുത്തെ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് റോഡിൻ്റെ ലെങ്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. L is the length, that is x varies from 0 to L എന്ന് ഉദ്ദേശിക്കുന്നതാണ്. ആൻഡ് ദ ടൈം ടി ഗ്രേറ്റർ ദാൻ 0 ഈക്വേഷന്. പക്ഷേ അത് ഇവിടെ തന്നിരിക്കുന്ന ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, അതായത് റോഡിൻ്റെ രണ്ട് എൻഡ് പോയിൻറ്റ്സ്, ദാറ്റ് ഈസ് വെൻ x is 0 and x is L, the temperature will be 0. And when the time t is u, the temperature is equal to f of x. അതാണ് the initial condition. That's why it's known as an initial boundary value problem എന്ന് നമ്മൾ പറയുന്നത്. And f is a given initial condition and k we are taking as a positive constant. ഒരു കാര്യം നമ്മൾ ഉദ്ദേശിക്കണം, assume ചെയ്യണം. Assume the compatibility condition f of 0 equal to f of L equal to 0. ഈ രണ്ട് എക്സ്ട്രീം എൻഡ് പോയിൻറ്റ്സിലുള്ള ഈ ടെമ്പറേച്ചർ എഫ് ഓഫ് 0 ഈക്വൽ ടു എഫ് ഓഫ് എൽ ഇസ് ഈക്വൽ ടു 0 എന്ന് അസ്യൂം ചെയ്യണം. ബിക്കോസ് ഇൻ ഓർഡർ ടു മേക്ക് 2 കൺസിസ്റ്റൻറ്റ് വിത്ത് 3, 2 കൺസിസ്റ്റൻറ്റ് വിത്ത് 3, യു ഇവിടെ 0 ആണല്ലോ, കൺസിസ്റ്റൻറ്റ് വിത്ത് 3 ആവാൻ വേണ്ടി വി ആർ അസ്യൂം ദാറ്റ് എഫ് ഓഫ് 0 ഇസ് 0 ആൻഡ് എഫ് ഓഫ് എൽ ഇസ് ഈക്വൽ ടു 0. ഇനി ഈ റോഡ് എടുത്ത് ഈ റോഡ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ യൂസ് ചെയ്യണമെങ്കിൽ ഇത് ചില കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ചെയ്തേ പറ്റുള്ളൂ. സോ കൺസിഡർ എ ഹോമോജീനിയസ് 1-dimensional ഹീറ്റ് കണ്ടക്ഷൻ റോഡ് ഓഫ് ലെങ്ത് L വിത്ത് ദ ഫോളോയിങ് അസംഷൻ. ഇതാണ് നമ്മുടെ പ്രോബ്ലം. എക്സ് ടി ആക്സിസ് ആണ്, എക്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ ലെങ്ത് ആണ്. നോക്കിക്കേ, പൊസിഷനൊക്കെ റോഡിൻ്റെ ടി റെപ്രസെൻ്റ് ചെയ്യുന്ന ടൈമാണ്. ഇവിടെ നമ്മൾ ഇത് ബൗണ്ടറി കണ്ടീഷനിൽ തന്നിട്ടുണ്ട്. വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു എൽ എന്നുള്ള ബൗണ്ടറി പോയിൻറ്റ്സിൽ ടെമ്പറേച്ചർ യു ഇസ് ഈക്വൽ ടു 0, യു ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് മാത്രം. ആൻഡ് ദ ഇനീഷ്യൽ കണ്ടീഷൻ വെൻ ടൈം ടി ഈക്വൽ ടു 0, എക്സ് ആക്സിസിലാണല്ലോ ടി ഈക്വൽ ടു 0യിൽ യു ഓഫ് x0 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x, ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഈ റോഡിന് എന്തൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം? ദ റോഡ് മസ്റ്റ് ബി ഹോമോജീനിയസ് ആയിരിക്കണം, ഹെട്രോജീനിയസ് ആവാൻ പാടില്ല, വളവും തിരിവൊന്നും പാടില്ല. ഇറ്റ് ഷുഡ് ബി ഹോമോജീനിയസ്. ഇറ്റ് ഈസ് സഫിഷ്യൻ്റ്ലി തിൻ സോ ദാറ്റ് ദ ഹീറ്റ് ഇസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അറ്റ് എ ഗിവൺ ടൈം ടി. ആവശ്യത്തിന് തിന്നായിരിക്കണം, ഒത്തിരി തിക്കാകാൻ പറ്റില്ല. അപ്പോൾ ഹീറ്റ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല തിക്കാണെങ്കിൽ. സോ ഇറ്റ് മസ്റ്റ് ബി സഫിഷ്യൻ്റ്ലി തിൻ. അതുപോലെ തന്നെ റോഡ് ഷുഡ് ബി ഇൻസുലേറ്റഡ്, വയർ വെച്ച് ചുറ്റിയിരിക്കണം അല്ലേ, ഇൻസുലേറ്റഡ് വയർ വെച്ചിട്ട് ചുറ്റിയിരിക്കണം. നല്ല എന്തിനാ? ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് എനി ലോസ് ഓഫ് ഹീറ്റ് ടു ദ ബൗണ്ടറി, വെളിയിലേക്ക് ഹീറ്റ് പോകാതിരിക്കാൻ വേണ്ടി. ഈ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത റോഡാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാലോ യു ഓഫ് എക്സ് ടി എന്താ? ഇറ്റ് ഈസ് എ ടെമ്പറേച്ചർ അറ്റ് ദ പോയിൻറ്റ് എക്സ്, എ ടൈം ടി വേർ road coincides with the x-axis. Okay, initial temperature and the time t equal to 0 is known, that is u of x0 is equal to f of x. Also both the endpoints of the road are in a 0 temperature. നമ്മൾ തന്നിട്ടുണ്ടല്ലോ u of 0t equal to u of lt equal to 0. Assume that there is no air internal source that heats or cools the system. അതായത് ഇൻറ്റേർണലായിട്ട് വേറെ ഇതിനെ ഹീറ്റ് ചെയ്യാനും കൂൾ ചെയ്യാനൊന്നും ഇല്ല നമ്മൾ അസ്യൂം ചെയ്യുന്നു. ദ പ്രോബ്ലം ഇസ് എൻ ഇനീഷ്യൽ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം ദാറ്റ് ഇസ് ലീനിയർ ആൻഡ് ഹോമോജീനിയസ്. ബൈ ലുക്കിംഗ് ഇറ്റ്സ് ക്ലിയർ ഇറ്റ് ഇസ് ഹോമോജീനിയസ്. ദ ബൗണ്ടറി കണ്ടീഷൻ 2 ഇസ് കോൾഡ് എ ഡിറിച്ലെറ്റ് കണ്ടീഷൻ. വേറെ പലതരത്തിലുള്ള കണ്ടീഷൻ നമ്മൾ പിന്നീട് പഠിക്കും.
ഇതാണ് ആക്ച്വൽ പ്രോബ്ലം. ഇതാണ്. ഇനിയാണ് നമ്മൾ സൊല്യൂഷനിലേക്ക് കടക്കുക. ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ഉപയോഗിച്ചാണ് ഇതിനെ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അതിന് ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വി ആർ ഫൈൻഡിങ് ദ സൊല്യൂഷൻ ഓഫ് ദ PDE1. എന്താ PDE? ut minus kux equal to 0. അതിൻ്റെ സൊല്യൂഷൻ കാണുക. ദാറ്റ് സാറ്റിസ്ഫൈ ദ ബൗണ്ടറി കണ്ടീഷൻ 2. ബൗണ്ടറി കണ്ടീഷൻ 2 സാറ്റിസ്ഫൈ ചെയ്യത്തക്ക രീതിയിലുള്ള PDE1ൻ്റെ ഒരു സൊല്യൂഷൻ കാണുന്നു യൂസിങ് ദ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ. എങ്ങനെയാണ്? നിങ്ങൾ നേരത്തെ BSc പഠിച്ചിട്ടുണ്ട്. മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് പറഞ്ഞാൽ u(x) ആണല്ലോ നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ആ യുവിനെ നമ്മൾ അസ്യൂം ചെയ്യും. അതാണ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ. എക്സും ടിയും ആണല്ലോ രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ യുവിൻ്റെ. അതിനെ നമ്മൾ എങ്ങനെ അസ്യൂം ചെയ്യും? ലെറ്റ് ദ സൊല്യൂഷൻ u(x)t ബി ഈക്വൽ ടു x(x) ഇൻറ്റു t ഓഫ് t. ക്യാപിറ്റൽ എക്സ് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് എക്സ് എലോൺ, ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് ടി എലോൺ. അങ്ങനെ യു പ്രോഡക്റ്റ് ഓഫ് ദീസ് ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ രണ്ട് പ്രോഡക്റ്റ് ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. അപ്പോൾ നമ്മുടെ എയിം എന്താണ്? നമ്മൾ എയ്ഗൻ വാല്യൂ പ്രോബ്ലം ആക്കി കൺവേർട്ട് ചെയ്തിട്ട് ഈ ക്യാപിറ്റൽ എക്സ് ഓഫ് എക്സും കാണണം, ടി ഓഫ് ടിയും സെപ്പറേറ്റ് ആയിട്ട് കാണണം. അതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദെൻ അപ്പം നമ്മുടെ പ്രോബ്ലം എന്താ? ut minus kux equal to 0 ആണല്ലോ. അപ്പോൾ ഇതിനെ ടി വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ut ഈക്വൽ ടു, ഇവിടെ ടി ഇല്ല, സോ കോൺസ്റ്റൻ്റ് ആണ്, എക്സ് ഇൻറ്റു ടി ടി. ഇനി ദെൻ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്താലോ ഇത് എന്ത് സംഭവിക്കും? ux ഈക്വൽ ടു xx ഇൻറ്റു ടി. അവിടെ ടി കോൺസ്റ്റൻ്റ് ആണ്. ഇനി നമുക്ക് uxx ആവശ്യമുണ്ടല്ലേ. സോ uxx എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനെ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എക്സ് വെച്ച്. എക്സിൽ മാത്രമേ എക്സ് ഉള്ളൂ, ക്യാപിറ്റൽ എക്സിൽ മാത്രമേ എക്സ് ടേം ഉള്ളൂ. സോ xx that is x2 ഡാഷ് എന്നർത്ഥം. u2 ഡാഷ് ഇസ് ഈക്വൽ ടു x2 ഡാഷ് ഇൻറ്റു ടി തന്നെ. ടി അപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. സോ uxx ഈക്വൽ ടു xxx ഇൻറ്റു ടി. ഓക്കെ, ഇത് നമുക്ക് ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ ഇക്വേഷൻ 1? ut മൈനസ് kux ഈക്വൽ ടു 0. അതായത് xtt മൈനസ് kxx ഇൻറ്റു ടി ഈക്വൽ ടു 0. അപ്പോൾ സോ xtt ഈക്വൽ ടു kxx ഇൻറ്റു ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സ്മോൾ ടിയുടെ ടേംസിനെ ഒരു സൈഡിലേക്ക്, സ്മോൾ എക്സിൻ്റെ ടേംസിനെ ഒരു സൈഡിലേക്ക് മാറ്റാം. അത് രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണല്ലോ. അപ്പോൾ ടി ബൈ ടി എന്ന് എഴുതിയാലും മതി, കോൺസ്റ്റൻ്റ് ഇങ്ങോട്ട് എടുത്തെന്ന് മാത്രം. kt ഈക്വൽ ടു xxx ബൈ എക്സ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആൻഡ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. ബോത്ത് ആർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. Since x and t are both independent variable, this equation holds only when each will be equal to a constant. അല്ലാതെ രണ്ട് ഇൻഡിപെൻഡൻ്റ് ആണല്ലോ. അപ്പോൾ ഇതിനെ ഒരു കോൺസ്റ്റൻ്റ് ആയാലേ പറ്റുള്ളൂ ഈക്വൽ ആണെങ്കിൽ. സോ ലെറ്റ് ഇറ്റ് ബി ഈക്വൽ ടു ലാംഡ എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഫോർ ദ ടൈം ബീങ് ലാംഡ എന്ന് പറയുന്നതാണ് സെപ്പറേഷൻ കോൺസ്റ്റൻറ്റ്. ഇത് നമുക്ക് ഫോർ ദ ടൈം ബീങ് ഈ ലാംഡയെ നമുക്ക് മൈനസ് ലാംഡ എന്ന് പ്രോബ്ലം കുറച്ചും കൂടി സിമ്പിളാക്കാൻ വേണ്ടി മൈനസ് ലാംഡ എന്ന് എടുക്കുന്നു എന്ന് മാത്രം. സോ എന്ത് കിട്ടും? ടി ബൈ kt ഈക്വൽ ടു xxx ബൈ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ലാംഡ. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ഉപയോഗിച്ച് എക്സിൻ്റെ ഇക്വേഷൻ കിട്ടും, ഇതും കൂടി ഉപയോഗിച്ച് ടിയുടെ ഇക്വേഷൻ കിട്ടും. സോ ലെറ്റ് us take xxx ഈക്വൽ ടു മൈനസ് ലാംഡ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? d²x ബൈ dx² ഈക്വൽ ടു മൈനസ് ലാംഡ എക്സ്. So capital X is a function of small x, but d²x by dx² is equal to minus lambda x, but small x varies from 0 to n. tt equal to minus lambda kt, so dt by dt equal to minus lambda kt, t greater than 0. So we have two equations. ഇനി നമുക്ക് ഇതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് ഇത് കൊടുക്കാം. u of 0t, it is given that u of 0t equal to 0 എന്ന് പറഞ്ഞാൽ എന്താ? u of x എന്ന് പറഞ്ഞാൽ x of x ഇൻറ്റു t of t. അപ്പോൾ u of 0t 0 എന്ന് പറഞ്ഞാൽ x of 0 ഇൻറ്റു t of t ഈക്വൽ ടു 0. ടി ഓഫ് ടി എന്തായാലും 0 വരില്ലല്ലോ. ടി ഓഫ് ടി ചെയ്യുന്നത് നമ്മുടെ ഒറിജിനൽ യു ഓഫ് എക്സ് തന്നെ 0 ആയിപ്പോവും. സോ വാട്ട് ഇസ് 0? എക്സ് ഓഫ് 0 ഇസ് 0. അതുപോലെ യു ഓഫ് എൽ ടി ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് ഓഫ് എൽ ഇൻറ്റു ടി ഓഫ് ടി ഈക്വൽ ടു 0. അതുപോലെ ദിസ് ഓൾസോ ഇംപ്ലൈസ് എക്സ് ഓഫ് എൽ ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ ഇതായിട്ട് മാറി. അപ്പോൾ നമ്മുടെ ഒറിജിനൽ പ്രോബ്ലം എങ്ങനെ മാറ്റിയെടുത്തു നമ്മൾ? Therefore the function x should satisfy the boundary value problem d²x by dx² plus lambda x where 0 less than x less than L with x of 0 equal to 0, x of L is equal to 0. This is an eigenvalue problem ആയി മാറി. എന്താ eigenvalue പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത? ഇവിടെ എന്തായാലും എക്സിന് ഒരു ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാവും, പക്ഷേ eigenvalue പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഓഫ് ദ സിസ്റ്റം ആവണം. ആ സൊല്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാംഡയുടെ വാല്യൂ ആണ് eigen വാല്യൂ. അതുപോലെ നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഓഫ് ദ സിസ്റ്റം ഇസ് കോൾഡ് an eigen ഫംഗ്ഷൻ ഓഫ് ദ പ്രോബ്ലം വിത്ത് ദ eigen വാല്യൂ ലാംഡ.
And the problem ഇത് രണ്ടും കൂടി 9ഉം 10ഉം കൂടി ചേരുന്ന പ്രോബ്ലത്തിന് എന്ത് പറയാം? ഇറ്റ് ഇസ് നോൺ ആസ് ആൻ eigen value problem with the boundary condition 10 and it is also called the Dirichlet boundary condition. Dirichlet boundary condition നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ 2 bound Dirichlet condition ആണ്. Therefore നമുക്ക് ആദ്യം ഇക്വേഷൻ 9 എടുത്ത് സോൾവ് ചെയ്യാം. ഇക്വേഷൻ 9 നോക്കുമ്പോൾ തന്നെ അറിയാം ഇറ്റ്സ് എ സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ, ഹോമോജീനിയസ് ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻറ്റ്. ഇറ്റ് ഇസ് എൻ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ? സെക്കൻഡ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഹോമോജീനിയസ് ആണ്, കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ്റ് ആണ്. വളരെ അതിൻ്റെ ക്യാരക്ടറൈസ്ഡ് ഇക്വേഷൻ എഴുതി നമുക്ക് സോൾവ് ചെയ്യാം അല്ലേ? പക്ഷേ അതിന് മുമ്പായിട്ട് നമ്മൾ 3 കേസ് എടുക്കും. ഈ ലാംഡ വേണമെങ്കിൽ പോസിറ്റീവ് ആവാൻ നെഗറ്റീവ് ആയി ഈക്വൽ ടു 0 ആണ്. ലെറ്റ് us take case 1 when lambda is negative. രണ്ട് നെഗറ്റീവ് ആകുമ്പോൾ m² plus lambda equal to 0, m is equal to plus or minus root of minus lambda. നമ്മൾ എപ്പോഴും റിയൽ മാത്രമേ എടുക്കുകയുള്ളൂ. പക്ഷേ ഈ കേസിൽ ലാംഡ നെഗറ്റീവ് ആയതുകൊണ്ട് റൂട്ടിൻ്റെ അകത്ത് പോസിറ്റീവ് വരും. അതുകൊണ്ട് ദിസ് ബിക്കംസ് 2 distinct റിയൽ റൂട്ട്സ് ആയിട്ട് കിട്ടും. സോ ദ ജനറൽ സൊല്യൂഷൻ ഇസ് x of x is equal to alpha e raised to root minus lambda x plus beta e raised to minus root minus lambda x. ലാംഡ നെഗറ്റീവ് ആയതുകൊണ്ട് നത്തിങ് വിൽ ഹാപ്പൻ. ഇനി കേസ് 2 when lambda equal to 0. അപ്പോൾ എന്ത് വരും? m² equal to 0, m is 0, 0, 2 equal roots അല്ലേ? അപ്പോൾ x of x എന്ത് വരും? e raised to 0x into alpha plus beta x. c1 plus c2x ന് വരെ alpha plus beta x. That means alpha plus beta x as solution. When lambda greater than 0, m² plus lambda equal to m is equal to plus or minus root of minus lambda. ഇവിടെ റൂട്ടിൻ്റെ അകത്ത് മൈനസ് വരുന്നത് നമുക്കൊരു പെശകാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ മാറ്റുകയാണ്. എന്തിനാന്ന് വെച്ചാൽ ലാംഡ y² എന്ന് കൊടുത്താൽ m plus or minus root of minus y² ആണ്. സോ പ്ലസ് ഓർ മൈനസ് iy വരുന്നു. ദാറ്റ് മീൻസ് പ്ലസ് ഓർ മൈനസ് i ഇൻറ്റു റൂട്ട് ഓഫ് ലാംഡയായി മാറുന്നു. അപ്പോൾ നമ്മുടെ റൂട്ട്സ് പ്ലസ് ഓർ മൈനസ് i റൂട്ട്, അപ്പോൾ കോംപ്ലക്സ് റൂട്ട്സ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൽഫ ഇൻറ്റു കോസ് റൂട്ട് ലാംഡ എക്സ് പ്ലസ് ബീറ്റ ഇൻറ്റു സൈൻ റൂട്ട് ലാംഡ എക്സ്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ആക്കുന്നതെന്ന് വെച്ചാൽ ബിക്കോസ് ഇവിടെ എല്ലാം നമുക്ക് കോംപ്ലക്സ് റൂട്ട്സ് പറ്റില്ല. എന്താ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ ദിസ് ഷുഡ് ബി റിയൽ. ലാംഡ റിയൽ ആയേ പറ്റുള്ളൂ. ദെർഫോർ വി ആർ ചൂസിങ് ദിസ് ആസ് ലൈക്ക് ദിസ്. എന്നിട്ട് ഇതിൻ്റെ solution x of x is alpha cos root lambda x plus beta sin root lambda x, since where alpha and beta are arbitrary constants.